സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയുന്നത് ഫ്രണ്ട്ലി മാച്ച് അർജൻറ്റീന ടീം നവംബർ 17 ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കല്ലൂർ കൊച്ചിയിൽ നവംബർ 17 നടക്കുന്നുണ്ട്. നമ്മളെ ചങ്കിൻ്റെ ചങ്കായ മെസ്സിയും അവരുടെ ടീമുമാണ് വരുന്നത്. ഒരു സൗഹൃദ മത്സരം ഓസ്ട്രേലിയയുമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡ്രമോ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം. നമ്മളെ കേരളത്തിൽ വരുന്ന ഒരു ഇൻ്റർനാഷണൽ ടീമിൻ്റെ കളി ആയതുകൊണ്ട് എല്ലാവരും അതിൽ സഹകരിക്കണം. നമ്മളെ മലബാറിൻ്റെയും കേരളത്തിൻ്റെയും ഒരു ഇഷ്ടക്കളിയായ പന്ത് കളി, കാൽപന്ത് കളി എല്ലാവർക്കും ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ പന്ത് കളിക്കാത്ത ഒരു കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല. അവരുടെ വലുപ്പത്തിലും അതിനോടുള്ളൊരു സ്നേഹം നിലനിൽക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയം മറന്നു, ജാതി വർഗീയത മറന്നു എല്ലാവരും ഒരുമിച്ച് കഴിയുമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് അത് വിജയിപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും എല്ലാവരും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വന്ന് കളിക്കുന്ന സൗഹൃദ മത്സരം. അതുകൊണ്ട് ഈ ഡ്രമോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. പിന്നെ ഒരു പ്രധാന വാർത്ത, എൻ്റെ ചാനൽ ആൾറെഡി ആരോ സ്ട്രൈക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഈ ചാനൽ പുതിയ ചാനലാണ്. അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഓക്കെ. 1 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇവന്റായി ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന തയ്യാറെടുപ്പുകൾ. ലോക ശ്രദ്ധ നേടുന്ന അന്നേ ദിവസത്തെ മെസ്സിയുടെയും സംഘത്തിന്റെയും യാത്രാ ക്രമീകരണങ്ങൾ ഇപ്രകാരമായിരിക്കും. രാമനാട്ടുകരയിൽ തുടങ്ങുന്ന വാഹന റാലിയിൽ പോലീസ് വാഹനങ്ങൾ, സുരക്ഷാ വാഹനങ്ങൾ, പിന്നാലെ സംഘാടക റിപ്പോർട്ടർ ടീമുമായി സഹകരിക്കുന്ന കമ്പനികളുടെയും സ്പോൺസർമാരുടെയും പ്രചരണ വാഹനങ്ങൾ, കേരളത്തനിമ വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ. തുടർന്ന് രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരുടെ വാഹനങ്ങൾ, സർക്കാർ വാഹനങ്ങൾ എന്നിവയുടെ നീണ്ട നിര. ലോക ജേതാക്കളായ മെസ്സിയുടെയും സംഘത്തിന്റെയും ഓപ്പൺ ബസ്, പിന്നാലെ സർക്കാർ സെക്യൂരിറ്റി, ഫുട്ബോൾ ടീമുകളുടെ വാഹനങ്ങൾ, പോലീസ് വാഹനങ്ങൾ. ലോക ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മഹാ ഉദ്യമം. രാമനാട്ടുകരയിൽ നിന്ന് തെക്കോട്ട് എറണാകുളം ഭാഗത്തേക്ക് വാഹന റാലി നീങ്ങി തുടങ്ങും. ആരാധകർക്ക് മെസ്സിയെ കാണാൻ ഹൈവേയുടെ ഇടത് ഭാഗത്തു നിന്നും സാധിക്കുന്നു. നിരീക്ഷണത്തിനും മെഡിക്കൽ ആവശ്യങ്ങൾക്കുമായി 6 ഹെലികോപ്റ്ററുകൾ, 10,000-ലധികം വോളണ്ടിയർമാർ ഓരോ 5 മീറ്ററിലും സുസജ്ജരായി നിൽക്കും. ഇവന്റിൽ പങ്കെടുക്കുന്ന 1 കോടിയിലധികം ജനങ്ങളുടെ വാഹനങ്ങൾ സർവീസ് റോഡിന്റെ അപ്പുറത്തും പോക്കറ്റ് റോഡുകളിലും ഉൾപ്രദേശങ്ങളിലും പാർക്ക് ചെയ്ത് ഹൈവേയിൽ കയറി നിന്ന് ഇവന്റിന്റെ ഭാഗമാകാം. രാമനാട്ടുകരയിൽ നിന്നും ഇടിമുഴിക്കൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, തലപ്പാറ, പുത്തനത്താണി, വെട്ടിച്ചിറ വഴി നീളുന്ന വാഹന റാലി 50 കിലോമീറ്റർ പിന്നിട്ട് വളാഞ്ചേരിയിൽ സമാപിക്കുന്നു. വളാഞ്ചേരിയിൽ നിന്നും അർജന്റീന ടീമിനെ ഹെലികോപ്റ്ററിൽ ഹോട്ടൽ റൂമുകളിൽ എത്തിക്കുന്നു.